ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓഫ് വ്ലോഗറാച്ചി. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ പാപ്പയുടെ കൂടെ ജോലി ചെയ്യണ ഒരു അങ്കിള് റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ ഒരു നേവി ബ്ലൂ കളറ് ഞാൻ ഹൈ പോണി ടൈലാണ് കെട്ടാൻ പോകുന്നത്. ഞാൻ ഹൈ പോണി ടൈൽ കണ്ടിട്ട് കാണിച്ചു തരാം. ഞാൻ കെട്ടിയിട്ടുണ്ട്, ഹൈ പോണി ടൈൽ ഇതാ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കരിയൊക്കെ വരയ്ക്കാം. ഞാൻ ആദ്യം പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് കരി വരയ്ക്കാം. വേറെ ഒന്നും മുഖത്തിട്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കരി വരയ്ക്കാൻ പോവാണ്. അപ്പം ഞാൻ കരി വരയ്ക്കാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡിനാണ് ഞാൻ അപ്പുറത്തെ കണ്ണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ എന്താ 2 കണ്ണിൽ ഐലൈനർ വെച്ചിട്ടുണ്ട്. ഇനി കമ്മലൊന്ന് മാറ്റണം. കമ്മൽ മാറ്റിട്ട് തരാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ലോങ് മാലയാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത്. പിന്നെ ഞാനൊരു സ്മാർട്ട് വാച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ സ്മാർട്ട് വാച്ചും ഇപ്പുറത്തെ കയ്യിൽ ഹാർട്ടിൻ്റെ ഒരു വള ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഷോൾ ഇടണം. ഞാൻ ഇതിൻ്റെ ഒരു വേറെ കളർ ഷോളാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഒരു വൈറ്റ് ഷോൾ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോവാണ്. അപ്പോൾ ബൈ ബൈ. നമ്മൾ ആ റിട്ടയർഡായ മാമൻ്റെ വീട്ടിൽ പോകാൻ പോവാണ്. അപ്പം ഞാൻ എന്താ കാറിൽ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. എനിക്കപ്പോൾ കഴിക്കാൻ 2 പൊറോട്ടയും ചിക്കൻ കറിയാണ്. പാപ്പായും കഴിക്കുന്നുണ്ട്, 2 അനിയന്മാരുണ്ട്, എൻ്റെ ഉമ്മായും ഉണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ അങ്കിളിനെയും ആൻറ്റിനെയും കാണിച്ചു തരാം. ഇതാണ് ആൻറ്റി അങ്കിളും. റിട്ടേണായ അങ്കിളാണിത്. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ ആ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വല്ല ചായ കുടിക്കണം. അപ്പോൾ ഞങ്ങൾ കട എത്തിയിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കാൻ നേരത്ത് കാണിച്ചു തരാം. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു മുട്ട ബജ്ജി മേടിച്ചിട്ടുണ്ട്. ചായക്ക് പറഞ്ഞിരിക്കുന്നതുള്ളൂ, ചായ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ കട്ടനാണ് മേടിച്ചിട്ടുള്ളത്. കട്ടൻ കുടിക്കട്ടെ. ഞങ്ങൾ കയറിയ കടയിൽ നല്ല തിരക്കുണ്ട്. കാരണം നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഹോട്ട് ആൻഡ് കൂൾ എന്നാണ് ആ കടയുടെ പേര്. ചായ കുടിക്കും. ഹേ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ലുലു മാളിലേക്ക് പോവാണ്. ലാസ്റ്റ് റൈഡാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. C2 എന്ന് പറയുന്ന ഒരു ബ്ലോക്കിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഇനി നമ്മൾ നേരെ ലുലു മാളിലേക്ക് പോകും. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിതാ ലുലുവിലേക്ക് എൻട്രി ചെയ്തു. ഇനി നമ്മളിതാ എക്സിലേറ്ററിൽ കയറാൻ പോവാണ്. ഞങ്ങൾ എക്സിലേറ്ററിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ വമ്പിച്ച ഓഫർ എന്നും പറഞ്ഞാണ് കയറിയത്. ഇതാ നല്ല പേനയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല നല്ല ബോക്സൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ നേരത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ മേടിക്കുന്നു. ഗൈസ്, കൊച്ചു കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് നല്ല അടിപൊളി ബാർബിയുടെ ബാഗൊക്കെ എടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ മോഡലുള്ള ബാഗുണ്ട്, ടോം ആൻഡ് ജെറി. പിന്നെ 9 സ്ലീപ്പാണെങ്കിൽ അതിനപ്പുറം എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ എല്ലാ സംഭവങ്ങളും മേടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. ഗൈസ്, വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ബൈഞ്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സ്റ്റീൽ കവറിൻ്റെതും പിന്നെ ഇതാ ഓരോ മെത്തേഡിലുള്ള ബൈഞ്ചും, പിന്നെ നമ്മൾ സാധാ ബൈഞ്ച് ചെയ്യുന്നത് ഇത്രയ്ക്കുള്ള ബൈഞ്ചുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതാ ലുലു സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എൻട്രൻസിലോട്ട് കയറാൻ പോവാണ്. ഗൈസ്, എല്ലാവരും ലുലു മാളിൽ വന്ന് ബാക്ക് ടു സ്കൂളിൻ്റെ ഓഫർ കാണും. എല്ലാവരും വരിക. ബാക്ക് ടു സ്കൂളിൻ്റെ ഓഫർ വരുന്നത് ഏപ്രിൽ 19 മുതൽ മെയ് 31 വരെയാണ്. എല്ലാവരും വരിക. ഇന്നാണ് ഇവിടുത്തെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഇന്ന് തന്നെ വന്ന് ചിലപ്പോൾ ഇന്ന് തന്നെ മേടിച്ചുകൊണ്ടാകാൻ വരുന്നതാണ്.
അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവാണ്. എല്ലാവരും ടാങ്കൊക്കെ വന്ന് മേടിക്കുക. കിഡിലെ ഓഫറിന് നടക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് റിപ്പിളിൻ്റെ ലീഫ് ടീയും റിപ്പിളിൻ്റെ പ്രീമിയം ഡസ്റ്റ് ടീയും. ഗൈസ് ഇതാ ഫോഗിൻ്റെ ഒരു സ്പ്രേക്ക് ഇപ്പം 50% ഓഫറിലാണ് ലുലുവിലിട്ടിരിക്കുന്നത്. ഗൈസ് ലുലുവിൽ വന്നാൽ ബേബീസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ഗൈസ് അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സിഗ്സാഗിൻ്റെ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ബൈ 6 4 135 രൂപയ്ക്കാണ്. 6 മേടിച്ചാൽ 135 രൂപയ്ക്കാണ്. നല്ല ലാഭത്തിനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗൈസ് ഫിയാമയുടെ മെഗാ സെലിബ്രേഷൻ പാക്ക് ഓഫ് 8 ബാർസ് ആണ്. ഇതിൽ 8 സോപ്പുകളുണ്ട്. പലതരം സോപ്പുകളാണ്. ഇതാണ് 4 വെച്ചാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ലുലു ഐഡിയൽ ഡെസ്റ്റിനേഷനിലുള്ളത് സൺഫീസ്റ്റ് യിപ്പി മൂഡ് മസാല നൂഡിൽസ് 250 ഗ്രാം 60 രൂപയായിരുന്നു. ഇപ്പം അത് നേരെ 30 രൂപയായിട്ടായിട്ടുണ്ട്. 50% ഓഫറാണ് ഇവിടെ. ഗൈസ് അതുപോലെ എല്ലാ അമ്മമാർക്കും വീട്ടു ജോലികൾക്കും എല്ലാവർക്കും ആവശ്യമായ ഒരു സാധനമാണ് എണ്ണയെന്ന് പറയുന്നത്. എണ്ണ ഇവിടെ പലതരത്തിലുണ്ട്. കരിക്ക് കോക്കനട്ട് ഓയിൽ 1 ലിറ്റർ 159 രൂപയാണ്. പിന്നെ കേര സ്വാദ് കോക്കനട്ട് ഓയിൽ 1 ലിറ്റർ 159 രൂപ. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ 1 ലിറ്റർ 111 രൂപയാണ്. പിന്നെ ഡാൽഡ സൺഫ്ലവർ ഓയിൽ 1 ലിറ്റർ 125 രൂപയാണ്. മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ പലതരം മാങ്ങകളുണ്ട്. നല്ല പഴുത്ത മാങ്ങയുണ്ട്, പച്ചമാങ്ങയുണ്ട്, ഒക്കെയുണ്ട്. അതുപോലെ തന്നെ ഒന്ന് പറയാൻ വിട്ടൊരു സംഭവമാണ് ലുലുവിടെ ബിഗ് ചോക്കോ ഡേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ കുറേ മുട്ടായിയുടെ ഫ്ലേവേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി മുട്ടായിസൊക്കെ ഇത് ഇവിടെ ഉണ്ട്. അടിപൊളി കേക്കുകൾ ഇതൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും ഇന്ന് മേടിക്കാവുന്നതുമാണ്. നല്ല ഓഫറിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഡോണറ്റ് പല കളറിലും പല ഫ്ലേവറിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ക്രിസ്പി ആയിട്ടുള്ള ക്രീമി കുക്കീസും ഉണ്ട്. പിന്നെ ഇത് ഓരോ ഫ്ലേവറിൽ വരുന്ന ക്രീമി കുക്കീസും ആണ്. അത് വൈറ്റ് ഫ്ലേവറിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ യെല്ലോയിലും ഉണ്ട്, പിങ്കിലും ഉണ്ട്. പിന്നെ വേറെ ടൈപ്പിലുള്ള കുക്കീസുണ്ട്. ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ വരുന്ന കുക്കീസുണ്ട്. അപ്പോൾ നമ്മൾ സാലഡിൻ്റെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളും പേരയ്ക്കും ഉപ്പിലിട്ടത് ഞങ്ങൾ 100 ഗ്രാം വെച്ച് മേടിച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് ജാമുണ്ട്. ബ്രൗൺ കളറിലുണ്ട്. ഒരു പിങ്കോ ഒരു ബ്രൗണോ എന്തോ ഒരു കളറിലുള്ള വരുന്നുണ്ട്. പിന്നെ യെല്ലോ ഉണ്ട്, ഡാർക്ക് ഗ്രീനും ഉണ്ട്, ഒരു ലൈറ്റ് ഗ്രീനും ഉണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. പിന്നെ അതിൻ്റെ താഴത്തെ തട്ടിൽ നമ്മുടെ റിയൽ ജാമില്ലേ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മുടെ വേറെ ഒരു ഇതാണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഒരു ഇത് വരുന്ന സീഡ് വരുന്ന ഒരു ജാമും വരുന്നുണ്ട്, ഓറഞ്ച് കളറുള്ള. അതുപോലെ തന്നെ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയറി മിൽക്ക് സിൽക്ക് ബബ്ലി. ഇവിടെ നല്ല ഓഫറിനുണ്ടായിരുന്നു. ഗൈസ് ഇത് സിൽക്ക് ബബ്ലി വരുന്നുണ്ട്. പിന്നെ ഓറിയോ ബബ്ലി വരുന്നുണ്ട്. പിന്നെ ഹേസൽനട്ട് ബബ്ലി വരുന്നുണ്ട്. സിൽക്ക് മൗസ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പലതരം ഫ്ലേവറിലുണ്ട്. ബൂസ്റ്റിൻ്റെ കുറേ പരസ്യമുണ്ട്. ബൂസ്റ്റിൻ്റെ ഫ്രൂട്ടിയൊക്കെ ഇറങ്ങിയ കേസ് ഞാൻ ആദ്യമായിട്ടാണ് തിന്നുകയാണ്. അപ്പോൾ നമ്മൾ ക്ഷീണിച്ചില്ല പറഞ്ഞ് അപ്പം ഞാൻ എൻ്റെ അനിയന്മാരും 10 രൂപയുടെ ഫ്രൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഫ്രൂട്ടി ഇതല്ലേ, ഇതിനെക്കാട്ടിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നേരത്തെ കളഞ്ഞു ഏതാണ് കുടിച്ചത്. പണ്ടത്തെ ഫ്രൂട്ടി ഇതിനെക്കാട്ടി ഇത്തിരി വലുപ്പം ഉണ്ടായിരുന്നു. അതുപോലെ ഇത്തിരി ഉണ്ടായിരുന്നു. 10 രൂപയ്ക്ക് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി 10 രൂപ ഇനി ഇത്തിരി കുറയും. എന്തായാലും ഇതൊന്നും കുടിക്കട്ടെ. എൻ്റെ ഉമ്മയും അപ്പയും ബില്ലടിക്കാൻ കയറിയിട്ടുണ്ട്. ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഉപ്പിലിട്ട പേരയ്ക്കയും അതുപോലെ തന്നെ ഉപ്പിലിട്ട ഗ്രീൻ ആപ്പിളും ഞങ്ങൾ എന്നും മേടിക്കാറുണ്ട്. അപ്പോൾ ഈ വട്ടം മേടിച്ചിട്ടുണ്ട്.
നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഈ ഒരു ബില്ല് കാണിക്കാൻ ഞാൻ കാണിക്കട്ടെ. ഇതാ അപ്പം ഞങ്ങളെ പുറത്ത് വിട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ എക്സ്കലേറ്റർ ഉണ്ട്, ഇതിന് സ്റ്റെപ്പില്ല, നേരെ പോകും. അപ്പോൾ നമ്മൾ ഒരു റോളർ ഹട്ടിൽ കയറിയാണ്. നമ്മളൊരു ഐസ്ക്രീം റോളറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ഏതാണ്? അവർക്ക് ഗുലാബ് ജാമുൻ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വന്ന് മേടിച്ചു. ഇതാണ് ഫുഡിൻ്റെ റെവലേഷൻ. ഞങ്ങളിന്ന് മേടിച്ചപ്പോൾ തിന്ന് നോക്കാൻ പോകണം. ഇതിൽ നല്ല മസാലയും ചീസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പള്ളി കഴിഞ്ഞു. ഈ വളവ് തിരിയുമ്പോൾ നമ്മളെ വീടായി. ഇപ്പം മണി 12 ആയിട്ടുണ്ട്. 12:05 ആയിട്ടുണ്ട്. അപ്പം നമ്മളിതാ വീടെത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. എല്ലായിടത്തും ഭയങ്കര കറക്കുമായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. വീടെത്തി. ഇനി ഞാൻ ഇനി വല്ലതും മേലൊക്കെ കഴുകിയിട്ട് പോയി കിടന്നുറങ്ങും. അപ്പോൾ നമ്മളിതാ വീടെത്തി. ഇനി ഞാൻ പോയി കിടന്നുറങ്ങണം. ഡ്രസ്സൊക്കെ മാറ്റി. ഇനി നാളെ എന്തൊരു പണിയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും 3ാമത്തെ സ്കൂൾ ഇറക്കിയാണ്. പിന്നെ നമുക്ക് വൈകിട്ടൊക്കെ വീടെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ. ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് അനിയൻ മുഹമ്മദ് അസ്ഹർ. ഹലോ ഗൈസ്. എല്ലാവരും ഇത്തായ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ബെൽ ബട്ടണും അമർത്തണേ. ഇതാണ് എൻ്റെ സെക്കൻഡ് അനിയൻ മുഹമ്മദ് അർബാൻ. ഹായ് ഗൈസ്, ഞാനാണ് മുഹമ്മദ് അർബാൻ. എൻ്റെ ഇത്തായ സപ്പോർട്ടും ലൈക്കും ചെയ്യണേ. ഹേ ഗൈസ്, എൻ്റെ വാപ്പയാണ് ഡ്രൈവർ. അപ്പോൾ നോക്കൂ. ഹേ ഗൈസ്, ഇതാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ അധികം വീഡിയോയിലോട്ടൊന്നും വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ